നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമാകാതെ പ്രവർത്തിക്കുന്നവരുമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ കാര്യങ്ങൾ കോപത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ വിശുദ്ധി എന്ന വലിയ കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടമാകുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതുകണ്ട് എൻ്റെ പുത്രനായ ഈശോ ഏറെ വേദനിക്കുന്നു. മരിയൻ അപ്പരീഷൻസ്. എന്നും തുറക്കുന്ന വാതിലേ, നിത്യസഹായത്തിൻ പൂന്തേന്നലേ, സ്വർഗത്തിലെന്നും വിളങ്ങുന്ന താരമേ, സ്നേഹത്തിൻ നിലയനമേ, അമ്മേ ത്യാഗത്തിൻ നിറകൂടമേ, പരലോക രാജ്ഞിയാമെന്നമ്മേ, എന്നും മാതൃസ്നേഹത്തിൻ്റെ മാതൃകയേ, ഉഷകാലേ മിന്നും താരകമേ, നിന്നെ സാദരം ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ സാദരം ഞങ്ങൾ വാഴ്ത്തുന്നു. യുഗാന്ത്യം വരെ തൻ്റെ മക്കളെ മാറോട് ചേർക്കുവാൻ മറിയമിത കരം നീട്ടി നിൽക്കുന്നു. തിരുസഭ മുഴുവൻ അമ്മയുടെ ഈ കരത്തിനുള്ളിൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നു. സുവിശേഷ പ്രഘോഷകരുടെ മധ്യസ്ഥയായ അമ്മയിത ഈ യുഗാന്ത്യകാലത്തിനായി കരം പിടിച്ച് തിരുസഭയെ നയിക്കുന്നു. ഈശോയെ താരാട്ടുപാടിയുറക്കിയ അമ്മയിത ആ മാതൃസ്നേഹം ആവോളം തൻ്റെ പുത്രൻ്റെ പൂവാടിയായ തിരുസഭയിൽ ഒഴുക്കുന്നു. മാതൃരൂപങ്ങളിലെല്ലാം സുഗന്ധം നിറയുന്ന അടയാളങ്ങൾ. അമ്മയുടെ കണ്ണിൽ നിന്നും രക്തക്കണ്ണുനീർ, പാലും തേനും ഒഴുകുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ. ഇവയെല്ലാം ലോകമെങ്ങും അമ്മ അടയാളങ്ങളായി തിരുസഭയിൽ നൽകുന്നു. ഇവയിൽ തിരുസഭയുടെ വ്യക്തവും പഠനാത്മകവുമായ അടയാളങ്ങളെ സഭാമക്കൾക്കായി തിരുസഭ നൽകുന്നു. അനുദിനം വിശുദ്ധിയിൽ വളരുവാനും അതുവഴി നിർമ്മലരാകുവാനും ഈ അടയാളങ്ങൾ സഭാമക്കളെ സഹായിക്കുന്നു. തൻ്റെ പുത്രനിലേക്ക് നയിക്കുന്ന അനേകായിരം അടയാളങ്ങളുമായി മറിയം ലോകത്ത് സജീവയാകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം ലോകത്തിൽ കാണപ്പെടുന്നു? അനേകരെ കുഴപ്പിക്കുന്ന ചോദ്യമാണിത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: കർത്താവിൻ്റെ ദിവസം ഉദയം ചെയ്യുന്നതുവരെ മറിയം ഭൂമുഖത്ത് തീർത്ഥാടനം ചെയ്യുന്ന ദൈവജനത്തിന് പ്രതീക്ഷയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളമായി നിശ്ചയമായും പ്രകാശിച്ചുകൊണ്ടിരിക്കും. എവിടെ രക്ഷയുടെ പാനപാത്രത്തിലെ വീഞ്ഞ് തീർന്നു പോകുന്നുവോ അവിടെ അമ്മ കാനായിൽ ഇടപെട്ടതുപോലെ ഇടപെടുന്നു. തിരുസഭയ്ക്കായി അവൾ ആ നല്ല വീഞ്ഞ് കാത്തുവച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുക, അന്ത്യകാലം സമാഗതമാകുന്നു. തൻ്റെ പുത്രൻ മഹത്വത്തോടെ ആഗതമാകുന്ന രണ്ടാം വരവ് ഇതാ വേഗത്തിലാകുന്നു എന്ന് അമ്മ നിരന്തരം ലോകമെങ്ങും പ്രഘോഷിക്കുന്നു. ലൂർദിലും ഫാത്തിമായിലും മെഡ്ജുഗോറിയായിലും ലാസലൈറ്റിലും റോസാമിസ്റ്റിക്കയിലും ഗർബന്താളിലും നോക്കിലുമെല്ലാം അമ്മ ഈ സന്ദേശം മനുഷ്യമക്കൾക്ക് മുൻപിൽ ശക്തമായി പ്രഘോഷിച്ചു. മറിയത്തിൻ്റെ ഈ ഇടപെടലുകളെല്ലാം തിരുസഭയിൽ വലിയ ഉണർവിനും വിശ്വാസ ഉജ്ജ്വലനത്തിനും കാരണമായി. അനേകം മക്കൾ
ദിവ്യകുമാരന്റെ സവിധെ ചേർക്കപ്പെട്ടു. സക്രാരികളെയെല്ലാം ജനങ്ങൾ ഹൃദയങ്ങളിൽ സ്നേഹിച്ചു. കൂദാശ ജീവിതത്തിലൂടെ അനേകർ വിശുദ്ധിയിലേക്ക് ചേർക്കപ്പെട്ടു. മക്കൾ വഴിതെറ്റി തിന്മയിലേക്ക് കൂപ്പുകുത്തുന്നതിനെ അമ്മ ഏറ്റം വേദനയോടെ ഹൃദയത്തിലേറ്റെടുക്കുന്നു. തൻ്റെ പുത്രനായ ദൈവകുമാരനെ മനസ്സിലാക്കാതെ ലോകത്തിൻ്റെ മായയിൽ മുഴുകുന്ന മക്കളെ ഓർത്ത് അമ്മ കരയുന്നു. മനുഷ്യ മക്കളുടെ രക്ഷ തൻ്റെ പുത്രനായ ദിവ്യകുമാരനാണെന്ന് സർവ്വജനപദങ്ങളും മനസ്സിലാക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. അതിനായി അമ്മ ദിവ്യമായ കൂദാശകളെ ഏറ്റം പ്രാധാന്യത്തോടെ പ്രഘോഷിക്കുന്നു. എന്റെ കുഞ്ഞുമക്കളെ, ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ നിങ്ങൾ കരങ്ങൾ കൂപ്പിത്തന്നെ നിൽക്കുവിൻ. ആദ്യമായി ഈശോയെ സ്വീകരിച്ച അതേ ഓർമ്മകളുമായി എപ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഭക്തിയോടെ വരുവിൻ. അപ്പോൾ സ്നേഹമായി നിങ്ങളിൽ നിറയുന്ന ഈശോയോട് സംസാരിക്കുവാൻ നിങ്ങൾ മറന്നുപോകരുത്. ആ സംഭാഷണം എന്റെ പുത്രൻ ഏറെ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം. ദിവ്യകാരുണ്യത്തിന് ഏറ്റവും മഹത്തരമായി അമ്മ ഈ കാലഘട്ടത്തിൽ പ്രഘോഷിക്കുന്നു. മെഡ്ജുഗോറിയയിൽ ദർശനക്കാർക്കായി നൽകപ്പെട്ട സ്വരമാണ് നാം കേട്ടത്. ദിവ്യകാരുണ്യനാഥനെ ബഹുമാനിക്കാത്ത ജനതയെ ഓർത്താണ് അമ്മ എല്ലായിടത്തും കരയുന്നത്. വിശുദ്ധ കുർബാനയുടെ മഹത്വവും അത് തിരുസഭയിൽ നൽകുന്ന കൃപാവരങ്ങളും അമ്മ ലോകമെങ്ങും പ്രഘോഷിക്കുന്നു. തൻ്റെ ദിവ്യകുമാരൻ യുഗാന്ത്യം വരെ മനുഷ്യകുലത്തോടൊപ്പം ജീവിക്കുന്ന ദിവ്യമായ കൂദാശിയായ ദിവ്യകാരുണ്യത്തെ മനുഷ്യമക്കൾ വേണ്ട ഗൗരവത്തോടെ ഹൃദയങ്ങളിൽ സ്നേഹിക്കാത്തതിനെ അമ്മ വേദനയോടെ കാണുന്നു. സക്രാരികളിൽ വസിക്കുന്ന ദിവ്യകാരുണ്യം ബഹുമാനിക്കപ്പെടാതെ പോകുന്നതിനെ അമ്മ വേദനയോടെ പങ്കുവയ്ക്കുന്നു. ഓരോ കാലഘട്ടങ്ങളിലും അമ്മ തൻ്റെ മക്കളെ പുത്രന്റെ സക്രാരികളിലേക്ക് ആനയിക്കുവാൻ വിവിധ ദേശങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ ഓരോ പ്രത്യക്ഷങ്ങളും ഇടപെടലുകളുമായി വ്യാപരിക്കുന്നു. ഭാരതത്തിലെ കേരളത്തിൽ 1752 വല്ലാർപാടം എന്ന കൊച്ചു കടലോര ഗ്രാമത്തിൽ അമ്മ ഇടപെട്ട ഒരു വലിയ ഇടപെടലാണ് ഈ ബസിലിക്കയുടെ ചരിത്രത്തെ വർണ്ണാഭമാക്കുന്നത്. 1524 പോർച്ചുഗീസുകാരായ മിഷണറിമാരാണ് ഏഷ്യയിലെ ആദ്യത്തെ മരിയൻ ദേവാലയമായി വല്ലാർപാടത്ത് ഈ ദേവാലയം പണിതുയർത്തിയത്. 1524 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ വിശ്വാസത്തിൻ്റെ വലിയ ഉജ്ജ്വലനമുണ്ടായ കാലഘട്ടമായിരുന്നു. ബലിയർപ്പണത്തിനായി മറിയത്തിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം ആ നാട്ടിലെ വലിയ വാർത്തയായിരുന്നു. 1676 വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയം പൂർണ്ണമായും നശിക്കുകയും അൾത്താരയിലെ ദിവ്യനാഥയുടെ ചിത്രം വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകുകയും ചെയ്തു. അന്നത്തെ കൊച്ചി ദിവാനായിരുന്ന പാലിയത്ത് രാമൻ വലിയച്ഛൻ ചേന്നമംഗലത്തേക്കുള്ള ബോട്ട് യാത്രക്കിടയിൽ കായലിൽ നിന്ന് ഈ ചിത്രം കണ്ടെത്തുകയും അത് വളരെ പൂജിതമായി പള്ളിയിൽ എത്തിച്ചു നൽകുകയും ചെയ്തു. ദിവാന്റെ സ്നേഹപൂർവമായ ഇടപെടൽ വഴി അവിടെ പുതിയൊരു ദേവാലയം പണിതുയർത്തപ്പെടുകയും വീണ്ടെടുക്കപ്പെട്ട വിമോചനനാഥയുടെ ചിത്രം അവിടെ പുനർപ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. അമ്മയുടെ വലിയ സാന്നിധ്യവും കരുതലുമുള്ള ഒരു ദ്വീപായിരുന്നു വല്ലാർപാടം. വലിയ വിശ്വാസ സമൂഹം ഈ ദേവാലയത്തിന് ചുറ്റും ക്രമീകരിക്കപ്പെട്ടു.
1752 ഈ പ്രദേശത്തെ മീനാക്ഷി എന്ന അമ്മയ്ക്കും കുഞ്ഞിനുമുണ്ടായ ഒരു മാതൃ ഇടപെടലാണ് വല്ലാർപാടത്തിൻ്റെ ചരിത്രത്തെ സുഗന്ധപൂരിതമാക്കുന്നത്. വളരെയധികം കാറ്റും കോളും നിറഞ്ഞ കായലിലൂടെ മട്ടാഞ്ചേരിയിലേക്ക് വഞ്ചിയിൽ സഞ്ചരിച്ചിരുന്ന ഇവർ വലിയൊരു അപകടത്തിൽപ്പെട്ട് ആഴത്തിലേക്ക് മുങ്ങിപ്പോയി. 3 ദിവസത്തേക്ക് അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. വെള്ളത്തിൽ താണുപോയ മീനാക്ഷിയമ്മ നെഞ്ചുപൊട്ടി വല്ലാർപാടം ദേവാലയത്തിലെ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ ഞങ്ങളെ രക്ഷിച്ചാൽ ജീവിതകാലം മുഴുവൻ ഞാനും കുഞ്ഞും ദേവാലയത്തിൽ അടിമയിരിക്കാം എന്നായിരുന്നു മീനാക്ഷി അമ്മയുടെ പ്രാർത്ഥന. 3 ദിവസം കഴിഞ്ഞപ്പോൾ ദേവാലയത്തിലെ വികാരിക്കുണ്ടായ പ്രത്യേക ദിവ്യദർശനം വഴി ഒരു പ്രത്യേക സ്ഥലത്ത് വലയിറക്കുകയും അതിലൂടെ ഇവരെ കരയ്ക്കെത്തിക്കുകയും ചെയ്തു. അവർക്ക് യാതൊരു കുഴപ്പവും വെള്ളത്തിനടിയിൽ അവിടെ വെച്ച് ഉണ്ടായില്ല എന്നതിനാൽ ഇവർ അതിനെക്കുറിച്ച് അവരോട് ആരാഞ്ഞു. ഒരു ദിവ്യ സ്ത്രീ ഞങ്ങളെ അവിടെ സംരക്ഷിച്ചു എന്നും അത് വല്ലാർപാടത്തെ അമ്മയാണെന്നും മീനാക്ഷി അമ്മ പറഞ്ഞു. ഇത് വളരെ വേഗം അവിടെ പ്രചരിക്കുകയും അനേകം ജനങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നുവരികയും ദിവ്യനാഥിയെ വണങ്ങുകയും ചെയ്തു. മീനാക്ഷി അമ്മയും കുഞ്ഞും മരണം വരെ ഈ ദേവാലയത്തിൻ്റെ പരിസരത്ത് ശുശ്രൂഷ ചെയ്ത് ജീവിച്ചു. ഈ വലിയ മാതൃ ഇടപെടലിനു ശേഷം അനേകം ജനങ്ങൾ വല്ലാർപാടത്തേക്ക് എത്തിച്ചേർന്നു. ഈ ദ്വീപിനു ചുറ്റും വലിയൊരു വിശ്വാസ സമൂഹം തന്നെ രൂപപ്പെട്ടു. കടൽ യാത്രക്കാർ കൂടുതലായി അമ്മയുടെ സന്നിധിയിലെത്തി മാധ്യസ്ഥം തേടുവാൻ തുടങ്ങി. ദേവാലയത്തിലേക്ക് ജനലക്ഷങ്ങൾ എത്തിച്ചേർന്നു. കടലോര ഗ്രാമങ്ങളിൽ ഇത് വലിയ വിശ്വാസ ജ്വലനത്തിന് കാരണമായി. എറണാകുളം എന്ന ദേശത്തിൻ്റെ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ വല്ലാർപാടത്തെ ഈ മാതൃ ഇടപെടൽ വഴിയുള്ള വിശ്വാസ ജ്വലനം വലിയ ഒരു സുവർണ തേജസ്സായി ഉയർന്നു നിൽക്കുന്നു. അനേകം വിശ്വാസികൾ ഈ ദേവാലയത്തിലെത്തി ദിവ്യപുത്രനെ ആരാധിക്കുകയും മാതൃരൂപം വണങ്ങുകയും ചെയ്തു വരുന്നു. ഇന്നും അനുഗ്രഹത്തിൻ്റെ മഴവില്ലുകൾ തെളിയിച്ച് ഈ മാതൃസന്നിധി ഇവിടെ നിലനിൽക്കുന്നു. മീനാക്ഷി അമ്മയെ അനുകരിച്ച് വല്ലാർപാടത്തമ്മയ്ക്ക് അടിമ വയ്ക്കുന്ന വലിയൊരു ഭക്തമുറ ഇവിടെ നിലനിൽക്കുന്നു. കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വൈദികന്റെ സമീപം പോയി തലയിൽ ആശീർവാദം മേടിച്ച് ഹന്നാൻ വെള്ളം വഴി ശുദ്ധി നേടി അമ്മയുടെ മുൻപിൽ അടിമയായി ഏറ്റുപറഞ്ഞ് വിശ്വാസികൾ മടങ്ങുന്നു. അതുവഴി വലിയ സംരക്ഷണവും അനുഗ്രഹവും അമ്മ വിശ്വാസികൾക്ക് നൽകുന്നു. സെപ്റ്റംബർ 16 മുതൽ 24 വരെ വലിയ ആഘോഷപൂർവം ഇവിടെ തിരുനാൾ കൊണ്ടാടുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജാതിമത ഭേദമന്യേ അനേകായിരങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി അമ്മയുടെ മാധ്യസ്ഥം തേടി അനുദിനം ഇവിടെ വന്നു ചേരുന്നു. 1858 സെപ്റ്റംബർ 23 ലയോ 13 മാർപ്പാപ്പ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നൽകി ആദരിച്ചു. 1951 ഭാരത സർക്കാർ വല്ലാർപാടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 2004 ജോൺ പോൾ 2 മാർപ്പാപ്പ ഈ ദേവാലയത്തിനെ ബസിലിക്കയായി ഉയർത്തി. വിശ്വാസികൾക്ക് ഭക്തിപൂർവം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായി ജപമാലയുടെ രഹസ്യങ്ങളെ ചിത്രീകരിച്ച് റോസറി പാർക്കും ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. സമീപത്തായി ഒരു നിത്യാരാധനാ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നു. ഭാരതത്തിലെ ഏറ്റവും
പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി ഇന്ന് ഇത് മാറ്റപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ വലിയ സാന്നിധ്യവും ദിവ്യകാരുണ്യനാഥന്റെ അനുഗ്രഹവും ഇവിടെയെത്തുന്ന വിശ്വാസികളെ തഴുകുന്നു. ഇവിടെയെത്തുന്ന വിശ്വാസികൾ ചൂലെടുത്ത് ഇവിടെയാകെ അടിച്ചുവാരി വൃത്തിയാക്കി ഈ ദാസ്യവേലയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ പ്രത്യേക നേർച്ചയാണ്. ഇന്നോളം ജനകോടികൾ ഇവിടം സന്ദർശിച്ചിരിക്കുന്നു. കേരളമെന്ന ചെറിയ ദേശത്ത് അമ്മ ഇടപെട്ട ഒരു വലിയ മരിയൻ ഇടപെടലായി ഈ ദേവാലയം ഇന്ന് നിലകൊള്ളുന്നു. അനേകം വ്യക്തികൾക്ക് വിശ്വാസത്തിൽ കരുത്തു നേടുവാനും അതുവഴി ദിവ്യകാരുണ്യനാഥനോട് ചേർന്നിരിക്കുവാനും ഈ ദേവാലയം ശക്തി നൽകുന്നു. ആപത്തിൽ തുണയ്ക്കുന്ന അമ്മയുടെ ചിത്രമാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. വിമോചന മാതാവ് എന്ന് ഇത് അറിയപ്പെടുന്നു. അമ്മയുടെ കയ്യിൽ പുത്രൻ ചേർന്നിരിക്കുന്നു. താഴെയായി അമ്മയുടെ ഇടപെടൽ ലഭിച്ച മീനാക്ഷി അമ്മയുടെയും മകന്റെയും ചിത്രം. ഈ ചിത്രം വണങ്ങുവാനും അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാനുമാണ് വിശ്വാസികൾ കൂട്ടം കൂട്ടമായി ഇവിടേക്ക് എത്തുന്നത്. വലിയ സ്വർഗീയ സാന്നിധ്യമായി മറിയമിത തിരുസഭയിൽ വ്യാപരിക്കുന്നു. മറിയത്തിന്റെ ഇടപെടലുണ്ടായ ദേശങ്ങളെല്ലാം വലിയ വിശ്വാസ ഉണർവ് നേടുകയുണ്ടായി. തൻ്റെ പുത്രൻ ആരാധിക്കപ്പെടുവാനും പുകഴ്ത്തപ്പെടുവാനുമായി അമ്മ ലോകമെങ്ങും ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് കേരളക്കരയിലും ഈ മരിയൻ ഇടപെടൽ ഉണ്ടായത് എന്ന് വ്യക്തം. അമ്മയുടെ ഈ ഇടപെടൽ മൂലം വലിയ മരിയഭക്തി ഇവിടെ വ്യാപിച്ചു. മരിയഭക്തിയിൽ മുന്നേറിയ കേരള സഭ വലിയ വിശ്വാസ ഊർജം നേടി. അനേകം ദൈവവിളികൾ സഭയിലുണ്ടായി. മരിയഭക്തി മൂലം കുടുംബങ്ങൾ വിശ്വാസത്തിൽ നിലനിന്നു. ചെറിയ വിശ്വാസ സമൂഹമായിരുന്ന കേരളസഭ മരിയഭക്തിയിലൂടെ സ്വർഗത്തിൻ്റെ വലിയ സംരക്ഷണം നേടി. അനേകം വിശ്വാസധീരന്മാർ തിരുസഭയെ നയിച്ചു. പാശ്ചാത്യരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഇവിടെ മരിയഭക്തി പുലരുന്നു. അതിനാൽ തന്നെ ഇന്ന് ലോകമെങ്ങും മലയാളികൾ സുവിശേഷത്തിൻ്റെ ദീപനാളങ്ങളായി പ്രശോഭിക്കുന്നു. അമ്മയുടെ കരുതൽ അതൊന്നു മാത്രമാകുന്നു ഈ കരുത്തിനു പിന്നിലെന്ന് നാം തിരിച്ചറിയുക. അമ്മ ഏറ്റെടുത്ത ജനതകളെല്ലാം വലിയ സാക്ഷ്യങ്ങളായി ലോകത്ത് നിലകൊള്ളുന്നു എന്നതിനാൽ തന്നെ മരിയൻ യുഗം കേരളസഭയെ ധന്യമാക്കിയെന്ന് നാം വിലയിരുത്തുന്നു. ഇതാ സ്വർഗം സന്തോഷിക്കുന്നു. മറിയത്തെ വണങ്ങുന്ന മക്കളെ സ്വർഗം ഏറ്റം ബഹുമാനത്തോടെ കാണുന്നു. മരിയഭക്തിയിലൂടെ മാത്രമേ ഇനിയുള്ള യുഗാന്ത്യകാലത്തിൽ തിരുസഭ മുന്നോട്ടു പോകൂ എന്ന് സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നു. അതുകൊണ്ടുതന്നെ പുത്രൻ അമ്മയിലൂടെ കൂടുതൽ മഹത്വീകൃതനാകുന്നു. കൂദാശകളിലേക്ക് ചേർക്കുക എന്ന വലിയ ദൗത്യം അമ്മ ഏറ്റെടുത്തിരിക്കുന്നു. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്ന മനുഷ്യമക്കളെ അമ്മ പുത്രന്റെ വിശുദ്ധിയോട് ചേർക്കുന്നു. ഈ കാലഘട്ടം ഏറെ സങ്കീർണമാകുന്നു. തിന്മയ്ക്കെതിരെ നിലകൊള്ളുക എന്നത് വലിയ വെല്ലുവിളിയാകുന്നു. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുകയല്ലാതെ തിന്മയെ ചെറുക്കുവാൻ വേറെ വഴിയൊന്നുമില്ലെന്ന് നാം തിരിച്ചറിയുക. ദിവ്യകാരുണ്യവും ജപമാലയും
എങ്ങും പ്രഘോഷിക്കപ്പെടട്ടെ. പരിശുദ്ധ കുർബാനയും കൂദാശകളും എങ്ങും വിളങ്ങി നിൽക്കട്ടെ. തിരുസഭയുടെ സൗന്ദര്യവും സ്നേഹവും വിശുദ്ധിയും കുടികൊള്ളുന്ന കൂദാശകളിലേക്ക് ചേർക്കുന്ന സ്വർഗീയ സ്വരമായി അമ്മ ലോകമെങ്ങും വ്യാപരിക്കുന്നു. എന്റെ കുഞ്ഞുമക്കളെ, ഇത് കൃപാവരത്തിന്റെ കാലമാണ്. കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഈശോയ്ക്ക് നന്ദി പറയുവാൻ നിങ്ങൾ ശീലിക്കുവിൻ. നിങ്ങൾക്കുള്ളവയിൽ സന്തോഷം കണ്ടെത്തുവിൻ. കഴിഞ്ഞുപോയ ദുഃഖത്തിന്റെ ഓർമ്മകൾ മറന്നുകളയുവിൻ. നിങ്ങളുടെ ആകുലതകളും ദുഃഖങ്ങളും ദിവ്യബലിയിൽ ഈശോയോട് പങ്കുവയ്ക്കുവിൻ. ദൈവപദ്ധതിയുടെ മഹത്വമറിയാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവിൻ.
നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസമേകണമേ. ജീവിത വീഥിയിൽ അന്തരാം ഞങ്ങൾക്ക് കരുണ തൻ പൊൻകതിർ ചൊരിയേണമേ.